ഹലോ ഗായ്സ്, ഇന്ന് ഞാനും വിച്ചു ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. ഇന്ന് ഈവനിങ് ഒരു വ്ളോഗ് എടുത്തതാണ്. കാരണം അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. സാധനങ്ങളൊക്കെ വരിപ്പറക്കിയെടുത്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ പോണ വഴിക്ക് അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലങ്ങനെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറി. അവൾ അവിടെ ചൗവരി മേടിക്കാൻ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് റോസാപ്പൂവൊക്കെ പിച്ച് തലയിലൊക്കെ വെച്ചു. പിന്നെ ഗൈസ് നമുക്ക് സാധനം ഉണ്ടാക്കാൻ പോകുന്നു. ഇത് പാൽ വാഴക്കയോ എന്തൊക്കെ വേണം റെസിപ്പി? ഞാൻ ഒരു യൂട്യൂബ് ഷോർട്സ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴയില്ലേ, ആ ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേക്കത്ത് ചൂടാക്കി കിട്ടിയാൽ മതി. അതേ സമയം മാത്രം നമ്മൾ കട്ട് ചെയ്ത് ആദ്യം നേന്ത്രപ്പഴം അഴിയണോ അല്ലേ? പറയൂ. ആദ്യം ചവരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. 20 മിനിറ്റ് കുതിർക്കാൻ വെക്കുക. പക്ഷെ നമ്മളിവിടെ നിങ്ങൾക്ക് ഈ ഒരു ശീലമുണ്ടോ? അണ്ടിപ്പരിപ്പ് തിന്നാണ് ഇത് ചെയ്യുന്നത് കണ്ടു. അയ്യോ ക്യാമറ ഉണ്ടാക്കിയിട്ട് എന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഏട്ടന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ എന്നും. എന്നാ പിന്നെ ഉണ്ടാക്കിയേക്കാം. ഈ സാധനം ഉണ്ടാക്കാൻ നമുക്ക് സാബൂനരി വേണം, ഒരു പഴം വേണം. സാബൂനരി ഞാൻ അവിടെ വേവിക്കാം. നമ്മൾ എന്ത് പണി ചെയ്താലും ഫുഡ് നമ്മൾ വിടത്തില്ലല്ലോ. ഇന്ന് ഞാൻ കപ്പയും മീൻകറിയും കഴിക്കണം. പിന്നെ അതിനിടയ്ക്ക് വിസ്മയ വന്നു. പിന്നെ വിസ്മയക്കും കൂടെ കൊടുത്തു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അവൾ ഉണ്ടാക്കുന്നിടത്ത് പോയല്ലോ. 20 മിനിറ്റ് ചൗവരി വെള്ളത്തിരുന്നത്. ചൗവരി വെള്ളത്തിരിട്ട് വീണ്ടും അവളെടുത്ത് ഇടുവാണ്. കുറഞ്ഞു പോയതും ഇടയ്ക്ക് നമ്മൾ ഗീ ഒഴിക്കുക. പിന്നെ അതിനകത്ത് അണ്ടിപ്പരിപ്പ് എല്ലാം ബാക്കിയിടാം. എല്ലാം ഇടണം. അവിടെ അതിൻ്റെ മുന്തിരി ഇടും അല്ലേ? ഇഷ്ടമായത് ഇത് രണ്ടും. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ ഇങ്ങനെ കുനുകുന അരിഞ്ഞ നേന്ത്രപ്പഴം. പിന്നെ നമുക്ക് പാലും വേണം. ഇതിൽ 2 റെസിപ്പി ഉണ്ട് അല്ലേ? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്കിപ്പോൾ ഇതിനാവശ്യം അല്ലേ? ഇയാളാണ് ഉണ്ടാക്കുന്നത്. മസാല ബ്രെഡ് ഉണ്ടാക്കുന്നതായിരിക്കും. യെസ്. നമ്മൾ എന്താ ചെയ്തോ? കുക്കറിൽ വെച്ചോ? എന്നിട്ട് നമ്മൾ കുക്കറിനകത്ത് ചവരി വേവിക്കാൻ വെച്ചേക്കണം. അല്ലാതെ ഇതായിട്ട് പെട്ടെന്ന് വേവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. വീട്ടിലേക്ക് വെച്ചേക്കാം. പിന്നെ അടുത്ത് എന്തുണ്ടാക്കാൻ പോകണം? ഇത് കഴിഞ്ഞിട്ട് മസാല ബ്രെഡ്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട സാധനം. ഇത് കുറേ നാളായിട്ട് ഈ മസാല ബ്രെഡും ഈ പാൽവാഴയ്ക്കും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടില്ല. നാളെ ഞാൻ പോകുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കി തിന്നിട്ട് നമുക്ക് പോകാൻ. അപ്പം നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഇതിലേക്ക് നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നതിൻ്റെ പേര് എന്താണ്? മസാല ബ്രെഡ്. അപ്പം അതിനിങ്ങനെ കുനുകുന അരിയണം എന്നാണ് പ്രിയ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുനുകുന. യെസ്. മസാല ബ്രെഡിന് ആദ്യം ബ്രെഡ് മുരിക്കണം അല്ലേ? ബട്ടറിൽ തന്നെയായിട്ട് മുരിക്കണം. എന്നാലും ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ബട്ടറൊക്കെ പേസ്റ്റ് എടുത്തു. നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇതിനെ ചവ്വരി എന്ന് പറയും. അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ ആയ ശേഷം മാത്രമേ നമ്മൾ പാൽ ഒഴിക്കാവുള്ളൂ. അതും 1 ഗ്ലാസ് പാൽ. എന്നിട്ട് ഇങ്ങനെ ആവശ്യത്തിനുള്ള കാരണം വീഡിയോസിൽ അവരുടേതായ അല്ലേ അളവിനാണ് അവർ വയ്ക്കുന്നത്. പക്ഷെ നമ്മളുടേതായ അളവിന് 2 ഗ്ലാസ് 3 ഗ്ലാസ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അംഗം കൂടുതലായത് കൊണ്ട് നമ്മൾ പാൽ ഒഴിക്കണം. മതി. ഞാൻ ഇതിന്റെ ഇടയിൽ കണ്ടില്ല എന്തൊക്കെ ഇട്ടടി. സമയമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാത്തു നിന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഉഷാമ്മ
അമ്മമ്മ, പിന്നെ ഇത് അമ്മ, പിന്നെ ഇത് എൻ്റെ വിസ്മയ, ഇതെൻ്റെ വർഷ, ഇതെൻ്റെ മാമൻ, ഇതെൻ്റെ വിഷ്ണുപ്രിയ, പിന്നെ ഞാനും കൂടെ ചേർന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കണം. പിന്നെ അമ്മാമ്മയും കൂടെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം ആദ്യത്തെ സംഭവം കഴിച്ചു കഴിഞ്ഞു. ആദ്യത്തെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ പായസം പോലത്തെയാണെന്ന്. കാരണം അതും അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇച്ചിരി പഞ്ചസാര കുറവാണെന്നെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിച്ചാൽ അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ